ആയിരത്തി 492 വരെ അമേരിക്ക എന്ന രാജ്യം ലോക ഭൂപടത്തിൽ ഇല്ലായിരുന്നു. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചെങ്കിലും ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് അമേരിക്ക അസ്തിത്വത്തിൽ വന്നത് ജൂലൈ മാസം 4-ാം തീയതി 1776 അമേരിക്കയുടെ ഈ ജനനം ഇസ്രായേലിനെ തിരികെ കൊണ്ടുവരാനും അവിടെ ഇസ്രായേലിൻ്റെ നട്ടെല്ലായി നിൽക്കുവാനും ആയിരുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ 3 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിച്ചു. വിശദീകരണം പറഞ്ഞില്ലായിരുന്നു. ആ വാക്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്കായി വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 6, 7, 8. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. മനുഷ്യൻ്റെ ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രം കൂടിയാണ്. ബൈബിളിലും മറ്റ് ചരിത്ര പുസ്തകങ്ങളും വായിച്ചാൽ യുദ്ധങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. മനുഷ്യൻ ഒരിക്കലും സമാധാനമായി ജീവിച്ചിട്ടില്ല. നാം പഴയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നാം ജീവിച്ചിരിക്കുന്ന 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും പരിശോധിച്ചാൽ കുറച്ച് മുമ്പ് വായിച്ച വചനത്തിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതായി കാണാം. രാജ്യങ്ങളോട് എതിർക്കും. ഈ വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് 1914 ജൂലൈ 29-ാം തീയതി യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായ ഓസ്ട്രിയ സെർബിയയ്ക്ക് എതിരായി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തി. എന്നിട്ട് ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ സെർബിയയുടെ മിത്രമായ ഫ്രാൻസിനെ ബെൽജിയം എന്ന രാജ്യത്തിൻ്റെ മുകളിലൂടെ കടന്നുചെന്ന് ആക്രമിച്ചു. യുദ്ധപ്രഖ്യാപനം നടത്തിയത് സെർബിയയോട്, എന്നാൽ ആക്രമിച്ചത് ഫ്രാൻസിനെ. സെർബിയയെ സഹായിക്കാൻ ജർമ്മനി എത്തുന്നു. ഫ്രാൻസിനെ സഹായിക്കാൻ 25 രാജ്യങ്ങളടങ്ങിയ ഒരു യൂണിയൻ എത്തുന്നു. അങ്ങനെ ചെറിയതിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവനും വ്യാപിച്ചു. അതൊരു മഹായുദ്ധമായി മാറി. ആദ്യം ഇതറിയപ്പെട്ടിരുന്നത് മഹായുദ്ധം എന്നായിരുന്നു. എന്നാൽ രണ്ടാമത്തെ മഹായുദ്ധം കഴിഞ്ഞ ശേഷമാണ് ഇതിന് ലോകമഹായുദ്ധം എന്ന് പറയാൻ തുടങ്ങിയത്. എന്നാൽ യേശുക്രിസ്തു മത്തായി 24:8 പറയുന്നുവെങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അതായത് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിന് മുൻപുള്ള ലക്ഷണങ്ങളാണെന്ന്. ഇവിടെ അല്പം വിരാമമിട്ടുകൊണ്ട് മറ്റൊരു അതിപ്രധാനമായ കാര്യം ഇതിനോടനുബന്ധിച്ച് തന്നെ പറയണം. കാരണം നാം ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ കാര്യം കൂടി പറയണം. എന്നാൽ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ടോ അല്ലെങ്കിൽ അതിശയോക്തിയായിട്ടോ തോന്നിയേക്കാം. ഇസ്രായേലിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇസ്രായേൽ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഇല്ലായിരുന്നുവെന്ന്. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത് വരെ, അതായത്
ഒക്ടോബർ 12, 1492. അതിനു മുൻപ് വരെ അമേരിക്കയും ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഇല്ലായിരുന്ന ഒരു രാജ്യമായിരുന്നു. എന്നാൽ കൊളംബസ് അമേരിക്ക ഡിസ്കവർ ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. എന്നാൽ അമേരിക്ക രൂപം കൊണ്ടത് സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ആയിരുന്നു എന്ന് ഞാൻ പറയുന്നു. കാരണം ഞങ്ങൾ ഏത് ദൈവത്തെ ഉയർത്തിക്കാട്ടുന്നുവോ ആ ദൈവം അൽഫയും ഒമേഗയുമാണ്, അതായത് ആദിയും അന്ത്യവുമാണ്. അതിനാൽ ദൈവം തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അവരുടെ സ്വന്തം ദേശത്ത് ഒരു രാഷ്ട്രം സ്ഥാപിക്കുമ്പോഴും അതിനുശേഷവും ലോകപരമായി നോക്കുമ്പോൾ ഒരു സൂപ്പർ പവറിൻ്റെ സഹായം ഇസ്രായേലിന് ആവശ്യമായി വരുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. അതിനുവേണ്ടിയാണ് ദൈവം അമേരിക്ക എന്ന രാഷ്ട്രം ഉടലെടുപ്പിച്ചതും അതിനെ ഒരു സൂപ്പർ പവറാക്കി മാറ്റിയതും. ഇത് പിറകാലെ നിങ്ങൾക്ക് മനസ്സിലാകും. 1492 വരെ അമേരിക്ക എന്ന രാജ്യം ലോക ഭൂപടത്തിലില്ലായിരുന്നു. ക്രിസ്റ്റഫർ കൊളംബസ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഡിസ്കവറിങ് അമേരിക്ക ഇൻ 1492. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചെങ്കിലും ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് അമേരിക്ക അസ്തിത്വത്തിൽ വന്നത് 1776 ജൂലൈ മാസം 4-ാം തീയതിയാണ്. അമേരിക്കയുടെ ഈ ജനനം ഇസ്രായേലിനെ തിരികെ കൊണ്ടുവരാനും അവിടെ ഇസ്രായേലിൻ്റെ നട്ടെല്ലായി നിൽക്കുവാനും ആയിരുന്നു. ഞാനിങ്ങനെ പറയാൻ കാരണം ഇസ്രായേൽ ഒരു രാജ്യമായി സ്ഥാപിക്കപ്പെടുമ്പോൾ മാത്രമല്ല, അതിന് മുൻപും എന്ന് പറഞ്ഞാൽ 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇസ്രായേലികൾക്ക് സ്വന്തം ദേശത്തേക്ക് വരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയപ്പോൾ അന്ന് മുതൽ ഇസ്രായേലിന് ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ ഒട്ടുമുക്കാലും ഇസ്രായേലിന് എതിരായിരുന്നു. ആ സമയത്ത് സൂപ്പർ പവറായി മാറിയിരുന്ന അമേരിക്ക UN സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്കയുടെ വീറ്റോ പവർ ഉപയോഗിച്ച് ഇസ്രായേലിനെ അവരുടെ സ്വന്തം മണ്ണിലേക്ക് വരുവാനും ഒരു രാജ്യം സ്ഥാപിക്കാനും അവസരം ഉണ്ടാക്കിക്കൊടുത്തു. 1948 ഇസ്രായേൽ അസ്തിത്വത്തിൽ വന്നതിന് ശേഷം അമേരിക്ക ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി 42 പ്രാവശ്യം അവരുടെ വീറ്റോ പവർ ഉപയോഗിച്ചു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അമേരിക്ക യൂസ്ഡ് ഇറ്റ്സ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ വീറ്റോ പവർ 42 times against resolutions condemning Israel out of 83 times in which its veto has been used. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം അമേരിക്കയെ സൃഷ്ടിച്ചത് ഇസ്രായേലിന് വേണ്ടിയാണെന്ന്. ഇനിയും ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് മടങ്ങി വരാം. 1517 മുതൽ 1917 വരെ, അതായത് 400 വർഷം പലസ്തീനിൻ്റെ ഭൂമിയിൽ തുർക്കിയായിരുന്നു ഭരിച്ചിരുന്നത്. അന്ന് പലസ്തീനും അറബ് രാജ്യങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു. 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ അനന്തരഫലമായി ബ്രിട്ടീഷുകാർ പലസ്തീനെ സ്വതന്ത്രമാക്കി. അതുമാത്രമല്ല, പലസ്തീനെ സ്വതന്ത്രമാക്കി ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വെച്ചു. അന്നു മുതൽ യഹൂദന്മാർ പലസ്തീനിൽ വന്ന് പാർക്കാൻ തുടങ്ങി. പക്ഷേ യഹൂദികൾക്ക് അവിടെ തങ്ങളുടെ ഒരു കൊടി ഉയർത്താൻ കഴിഞ്ഞില്ല. കാരണം ബ്രിട്ടീഷുകാർ അതിനുള്ള അനുമതി അവർക്ക് കൊടുത്തിരുന്നില്ല. യഹൂദന്മാരുടെ കഷ്ടം അതുകൊണ്ട് അവസാനിച്ചില്ല. 1939 മുതൽ 1945 വരെ നടന്ന 2-ാം ലോകമഹായുദ്ധം. ഈ സമയത്ത് പലസ്തീനിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദന്മാരെ തിരഞ്ഞു പിടിച്ച് ഹിറ്റ്ലറിൻ്റെ നാസിപ്പട കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും എക്സ്റ്റർമിനേഷൻ സെൻറ്റേഴ്സിലും എത്തിച്ച് ഏകദേശം 60 ലക്ഷത്തോളം യഹൂദന്മാരെ
ഗ്യാസ് ചേമ്പറിലിട്ടും പട്ടിണിക്കിട്ടും കൊല ചെയ്തു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനെപ്പറ്റി അല്പം പറഞ്ഞിരുന്നു. വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം, ഈ കൊല ചെയ്യപ്പെട്ടതിൽ 15 ലക്ഷം വരുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അതുമാത്രമല്ല, ഈ കൊല ചെയ്യപ്പെട്ട യഹൂദന്മാരുടെ ശരീരത്തിലെ കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കി മാർക്കറ്റിൽ വിറ്റിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യമുള്ള യഹൂദരല്ലാത്തവരെ പോലും നിർദ്ദയമായി വധിച്ചുകൊണ്ടിരുന്നു. ഈ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അനേക യഹൂദന്മാർ പലായനം ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയവരിൽ നിന്നും രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 6 ലക്ഷം യഹൂദന്മാർ മടങ്ങി പലസ്തീനിൽ താമസിച്ചു. അവർ സ്വന്തം രാജ്യത്തിൻ്റെ രൂപം കൊടുത്തു. അങ്ങനെ 2 ലോകമഹായുദ്ധം വേണ്ടി വന്നു ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവരുവാനും അവർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുവാനും. നേരത്തെ വായിച്ച വചനം ഒരിക്കൽ കൂടി വായിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും. അവന് ഞാൻ അത് കൊടുക്കും. ഐ വിൽ ഓവർടേൺ ഇറ്റ്. 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു തകിടം മറിക്കുമെന്ന്. 2 പ്രാവശ്യം തകിടം മറിച്ച് കഴിഞ്ഞു. ഇനി 1 പ്രാവശ്യം തകിടം മറിക്കാൻ ബാക്കിയാണ്. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒന്നും യാദൃച്ഛികമായി നടക്കുന്നതല്ല. എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. കാരണം വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, അവൻ്റെ അധികാരം ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെ മേലും ഇരിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിളിലെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നത്. രാജ്യങ്ങളുടെ ഉദയവും അസ്തമയവും നടക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലുള്ളതാണ്. ഒന്നും യാദൃച്ഛികമല്ല. നിങ്ങൾ ബൈബിളിലെ പ്രവചനങ്ങൾ ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയും ബൈബിളിലെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാത് സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കമായി ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. 1914 മുതൽ 1918 വരെ നടന്ന 1-ാം ലോകമഹായുദ്ധം അത് ഇസ്രായേൽ ജനതയ്ക്ക് സ്വന്തം ഭൂമിയിലേക്ക് മടങ്ങി വരാനുള്ള വഴിയൊരുക്കി. 1939 മുതൽ 1945 വരെ 2-ാം ലോകമഹായുദ്ധം. യുദ്ധം കഴിഞ്ഞ ഉടനെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ നിർണയപ്രകാരം 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ ഒരു രാജ്യമായി പലസ്തീൻ്റെ മണ്ണിൽ സ്ഥാപിക്കപ്പെട്ടു. ഈ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതോടുകൂടി 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിത്തുടങ്ങി. എങ്കിലും ഇതുവരെയും 3-ാം ലോകമഹായുദ്ധം നടന്നില്ല. കാരണം ബൈബിളിലെ കൊച്ചു പ്രവചനങ്ങൾ നിവർത്തിയാകാൻ ബാക്കിയുണ്ട്. എന്നാൽ വളരെ താമസം കൂടാതെ ഈ യുദ്ധം നടക്കും. അതിന് കാരണക്കാർ ഇസ്രായേൽ എന്ന രാഷ്ട്രവും യെരുശലേം എന്ന നഗരവും ആയിരിക്കും. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.